hallelujah, hallelujah, hallelujah. La 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 la, la 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 la, la 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 la, la 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 la, la la la. രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം. വിടുതല ജീവനായി, വിടുതല ജീവനായി, രക്ഷാ സന്ദേശം, വരവായ യേശുവിൻ രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം, രക്ഷാ സന്ദേശം. കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, വലിയവനായ കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫെബ്രുവരി മാസം 24, 25, 26 തീയതികളിൽ വിവിധ സ്ഥലങ്ങളിലായി നമ്മുടെ ശുശ്രൂഷകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം 24 തീയതി പന്തളത്ത് ബഥേൽ കോംപ്ലക്സിൽ വെച്ച്, പഴയ പാറയിൽ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിലെ ബഥേൽ കോംപ്ലക്സിൽ വെച്ച് നമ്മുടെ ഒരു ദിവസത്തെ പ്രോഗ്രാം നടക്കുകയാണ്. രാവിലെ 10 മണി മുതൽ 1 മണി വരെ, വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ പന്തളത്ത് ഞാനുണ്ടായിരിക്കും. വന്നു ചേരാൻ കഴിയുന്ന പ്രിയ നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. പകലും രാത്രിയിലുമായി അവിടെ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നു. 25 തീയതി മാവേലിക്കരയിൽ വെച്ച്, മാവേലിക്കര YMCA വെച്ചാണ് നമ്മുടെ പ്രോഗ്രാം. രാവിലെ 10 മണി മുതൽ 1 മണി വരെയും, രാത്രിയിൽ സന്ധ്യയ്ക്ക് 6 മണി മുതൽ 9 മണി വരെയുമായി നമ്മൾ മാവേലിക്കര YMCA നമ്മുടെ പ്രോഗ്രാം നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. 26 തീയതി അതുപോലെ തന്നെ നമ്മൾ കായംകുളം YMCA വെച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെയും, വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെയുമായി നമ്മൾ വിവിധ 2-3 സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നു. അത് ബൈബിൾ ക്ലാസ്സുകളായിട്ടും വചനപ്രഘോഷണമായിട്ടും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകമായി പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ വിഷയങ്ങളെ സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ കൂടി വരുന്നത്. പ്രിയ ദൈവമക്കളായി നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഉള്ള അതിൻ്റെ പരസ്യം നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുകയും നിങ്ങൾ അതനുസരിച്ച് ബന്ധപ്പെടുകയും കടന്നു വരികയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ചില ചിന്തകൾ നാം കൈമാറുകയായിരുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിനോട് കൂടി ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ പഠനം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തക പഠനം സംബന്ധിച്ചുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളത് മിഷന്റെ ഓഫീസ് നമ്പറിലേക്ക് വിളിക്കണം, അല്ലെങ്കിൽ പ്രയർ ലൈനിന്റെ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്കത് ലഭ്യമാണ്. നിങ്ങൾ വിളിക്കുകയും നിങ്ങളുടെ അഡ്രസ് കൈമാറുകയും ചെയ്താൽ നിങ്ങൾക്കത് സമയത്ത് എത്തിച്ചു തരാനായിട്ട് സാധിക്കും എന്ന് നിങ്ങളെ വളരെ വിനയപൂർവ്വം അറിയിക്കട്ടെ. നിങ്ങൾക്ക് താല്പര്യം പോലെ അത് ഉപയോഗപ്പെടുത്താം. നമ്മൾ ചിന്തിച്ചു വന്നിരുന്നത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വരെ
നമ്മൾ പറഞ്ഞതാണ്. 19-ാമത്തെ വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതങ്ങളിൽ എന്നെ നടക്കുമാറാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. യഹോവയായ ദൈവം എൻ്റെ ബലമാകുന്നു. ദൈവം ബലമായിട്ടുള്ള ഒരു ഭക്തൻ. മുകളിൽ പറഞ്ഞു, ഗോശാലകളിലെ കന്നുകാലികൾ നശിക്കുന്നു, മുന്തിരിവള്ളി ഫലം തരാതെ പോകുന്നു, കാർഷിക സാമ്പത്തിക മേഖലകളിൽ വിവിധ തരത്തിലുള്ള കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, തകർച്ചകൾ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ഒരു ഭക്തനായ ഹബക്കൂക്ക് പറയുകയാണ്, എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കുന്നു. ദൈവം ബലമായിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുള്ളൂ, പ്രതികൂലങ്ങളിൽ ആശ്വസിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിൽ ഒരു മനുഷ്യൻ ആനന്ദിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ നാശങ്ങളിൽ, ദുരിതങ്ങളിൽ, രോഗങ്ങളിൽ ഒരു മനുഷ്യന് സന്തോഷിക്കണമെങ്കിൽ, ആനന്ദിക്കണമെങ്കിൽ, ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ബലമാകണം. ദൈവം നമ്മുടെ ബലമാകണം. ദൈവം ബലമായി തീരണം. ദൈവം നമ്മുടെ ബലമായാൽ, ദൈവം നമ്മുടെ ബലമായി മാറിയാൽ നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. ബലഹീനരാണ് രോഗങ്ങൾ വരുമ്പോഴേക്കും പഴി പറഞ്ഞും പരിവേദനങ്ങൾ പറഞ്ഞും ജീവിതത്തിൽ താളം തെറ്റുന്നത് ബലമില്ലാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും ഭാരങ്ങൾ വരുമ്പോൾ, പിറകെപ്പിറകെയായി പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ അവർ മറ്റുള്ളവരെ പ്രതിയാക്കി, മറ്റുള്ളവർ നിമിത്തമാണെന്ന് പേർ ചാർത്തി മാന്ത്രിക താന്ത്രിക വഴികളിലൂടെ ചരിക്കുന്നു. ചിലർ കൈവശം നീക്കുന്നു, വേറെ ചിലർ ആഭിചാര പ്രവൃത്തികൾ ഒഴിപ്പിക്കുന്നു, ചരടുകൾ കെട്ടിക്കുന്നു, ചിലർ ചരടുകൾ അഴിപ്പിക്കുന്നു, ചിലർ പൂജകൾ നടത്തിക്കുന്നു, ചിലർ വഴിപാടുകൾ പ്രേരിപ്പിക്കുന്നു, ചിലർ വഴികൾ നടത്തിക്കുന്നു, ചിലർ ബലികൾ അർപ്പിക്കുന്നു. എന്തിന്? ഗോശാലകളുടെ കന്നുകാലികളുടെ നാശം മാറാൻ, കഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ. എന്നാൽ ദൈവമക്കളെ, ഭക്തനായ ഹബക്കൂക്ക് പറഞ്ഞു, ഇത് അതിന്റെ വഴി. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് പോലെ സംഭവിച്ചോട്ടെ, നഷ്ടങ്ങൾ വന്നോട്ടെ, മുന്തിരിവള്ളി ഫലം തരാതെ പോയിക്കോട്ടെ, ഗോശാലകൾ കന്നുകാലികൾ നശിച്ചോട്ടെ, ആടുകളുടെ പിറപ്പും അതിന്റെ വർധനവും നിലച്ചോട്ടെ, പക്ഷെ ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കുമെന്ന് പറയാൻ കാരണം ഹബക്കൂക്കിന്റെ ബലം യഹോവയായിരുന്നു. ഈ സന്ദേശം കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, താങ്കൾക്ക് ഇപ്പോൾ ഇന്ന് താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധികളിൽ അതിനെ അതിജീവിച്ച് അതിന്റെ നടുവിൽ ദൈവത്തെ സ്തോത്രം ചെയ്യണമെങ്കിൽ ദൈവം ബലമാകണം. ദൈവം നമ്മൾക്ക് ബലമായി തീരണം. വർണ്ണവിവേചനം അമേരിക്കൻ ഐക്യനാടുകളിൽ നിലനിൽക്കുന്ന കാലത്ത് എബ്രഹാം ലിങ്കൺ അടിമ വ്യാപാരം നിർത്തലാക്കിക്കൊണ്ടും വർണ്ണവിവേചനം നിർത്തലാക്കിക്കൊണ്ടും
അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടത്തും മുമ്പ് താൻ തന്റെ തൂലിക കൊണ്ട് എഴുതി ചേർത്തു. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിൽ കയ്യൊപ്പിടും മുമ്പ് താൻ പറഞ്ഞു, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? വർണ്ണവിദ്വേഷങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് അത് നിർത്തലാക്കിക്കൊണ്ട്, വർണ്ണവിവേചനം നിർത്തലാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിന് മുൻപ് എബ്രഹാം ലിങ്കൺ 27-ാം സങ്കീർത്തനത്തിലെ വാക്യം ഇങ്ങനെ ഉരുവിട്ടു. അത് വാഗ്ദത്തമായി സ്വീകരിച്ചു. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? 18-ാം സങ്കീർത്തനം, അവന്റെ ശൈലവും കോട്ടയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ ജീവന്റെ ബലം. ദൈവം ബലമായിട്ടുള്ളവൻ ഒന്നിനെയും ഭയക്കുന്നില്ല. നാശങ്ങളെ, കഷ്ടങ്ങളെ, രോഗങ്ങളെ, ദുഃഖങ്ങളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ, തകർച്ചകളെ ഒന്നിനെയും ഭയക്കുന്നില്ല. ദൈവം ബലമായിട്ടുള്ളവൻ ഒന്നിനെയും ഭയക്കാത്തവനാണ്. ഒന്നും ഭയക്കാത്തവനാണ്. യാതൊന്നിനെയും ഭയക്കാത്തവനാണ്. പ്രിയ സ്നേഹിത, താങ്കൾ ഇന്ന് പ്രതിസന്ധികളിൽ പതറിപ്പോകുന്നവനാണെങ്കിൽ അതിന്റെ കാരണം താങ്കളുടെ ബലം ദൈവമല്ല, മറ്റെന്തോ ആണ്. ഹബക്കൂക്ക് പറഞ്ഞു, യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവയായ കർത്താവിന്റെ ബലം. അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു. പേടമാൻ കാലിന് ഒരു പ്രത്യേകതയുണ്ട്. പേടമാൻ മലകളിൽ തുള്ളിയും ചാടിയും കയറുന്നതാണ്. ഏത് കടുംതൂക്കായുള്ള പ്രതലങ്ങളിലും തുള്ളിച്ചാടി കയറാൻ പ്രാപ്തിയുള്ളതാണ് പേടമാൻ. കാരണം അതിന്റെ കാൽക്കുളമ്പടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് ഉയർന്ന മുന്തിയ പ്രതലങ്ങളോടും പേടമാന്റെ കാൽക്കുളമ്പ് ഇഴുകിപ്പിടിക്കും. തെന്നിപ്പോകാത്ത നിലയിൽ ഇതുപോലെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് പേടമാന്റെ കാൽക്കുളമ്പിന്. അതുകൊണ്ട് തെന്നുകയില്ല. തെന്നിപ്പോകാത്ത കുളമ്പടികളാണ് പേടമാന്റെ കുളമ്പടികൾ. ഏത് കടുംതൂക്കായ പർവ്വത നിരകളിലും ഉന്നതങ്ങളിലും ചവിട്ടി തുള്ളി ചാടി കയറാൻ കഴിയുന്ന കുളമ്പടികൾക്ക് ഉടമസ്ഥനായ പേടമാനെ പോലെ. പ്രിയരെ, ദൈവത്തിന്റെ ഭക്തന് അതുപോലുള്ള കാലുകൾ കൊടുക്കുന്നു. ഏത് പ്രശ്നങ്ങളെയും ചവിട്ടിക്കയറാം. കാരണം അതിനോട് ഇഴുകിച്ചേരുന്ന, പൊരുത്തപ്പെടുന്ന, ചവിട്ടിക്കയറാനുള്ള പാദങ്ങൾ ദൈവം അവന് നടത്തുകയാണ്. അത് താഴെ പറയുന്നു, ഉന്നതികളിൽ നടക്കുമാറാക്കുന്നു. ദൈവം ഒരു മനുഷ്യനെ നടത്തുന്നത് താഴ്വരയിൽ നിന്ന് ഉന്നതങ്ങളിലേക്കാണ്. ദാവീദിനെ കുപ്പയിൽ നിന്ന് സിംഹാസനത്തിലേക്ക് നടത്തി. യാക്കോബിന്റെ 11ാമത്തെ മകനായ യൗസേപ്പിനെ ശൂന്യതയിൽ നിന്ന്, ആടുമാടുകളുടെ കൂട്ടത്തിൽ നിന്ന് ദൈവം മിസ്രയീമിലെ രാജകീയ പദവിയിലേക്ക്, ഉന്നതങ്ങളിലേക്ക് നടക്കുമാറാക്കി. ഏലിയാവിനെ ദൈവം ഉന്നതങ്ങളിൽ നടത്തി ഉയരങ്ങളിൽ ചേർത്തു. കാൽദ്യരുടെ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് ദൈവം ഉയർന്ന അനുഗ്രഹങ്ങൾ കൊടുത്ത് വിശ്വാസികളുടെ പിതാവെന്ന
ഉയരങ്ങളിലേക്ക് നടത്തി. നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്നെ എന്റെ ദൈവം ശൂന്യതകളിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന് എന്നെ ഇത്രത്തോളം ഉയർത്തി. ഹൃദയപൂർവം ദൈവത്തെ സ്നേഹിച്ചിട്ടുള്ള സകല ഭക്തന്മാരെയും അവൻ ഉന്നതങ്ങളിലേക്ക് നടത്തുന്നവനാണ്. ഗലീല കടലിൽ വലവീശി മീൻ പിടിച്ച് ഉപജീവനം നടത്തിയിരുന്ന പത്രോസ്, അന്ത്രയോസ്, യോഹന്നാൻ, ഇവരെല്ലാം ദൈവം ഉന്നതങ്ങളിലേക്ക് നടത്തി. ഇങ്ങനെ ചുങ്കം പിരിച്ചു നടന്ന ലേവിയെ ദൈവം ഉന്നതങ്ങളിലേക്ക് നടത്തി. പ്രിയ ശ്രോതാവേ, ദൈവം ബലമായിട്ടുള്ള ദൈവത്തിന്റെ മക്കളെ ദൈവം ഉന്നതങ്ങളിലേക്ക് നടത്തുന്നവനാണ്. ദൈവത്തിന്റെ നടത്തിപ്പുകൾക്ക് പ്രത്യേകതയുണ്ട്. ദൈവം ഒരു മനുഷ്യനെ നടത്തുന്നതിന് ചില പ്രത്യേകതകൾ നമുക്ക് ദൈവവചനത്തിൽ കാണാം. അവൻ താഴ്ചയിൽ ഓർക്കുന്നു, വീഴ്ചയിൽ താങ്ങുന്നു, തകർച്ചയിൽ അവൻ സൂക്ഷിക്കുന്നു. അവൻ നമ്മെ ഉന്നതങ്ങളിലേക്ക് നടക്കുമാറാക്കുന്നു. ദൈവത്തെ കണ്ടുമുട്ടിയ ഏതൊരു വ്യക്തിയെയും അവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ കണ്ടെത്തലിന്റെ ആരംഭം വെച്ച് ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ കാണാം, ദൈവം അവനെ ഉയരങ്ങളിലേക്ക് നടത്തി. യാക്കോബ് പറഞ്ഞു, ഒരു വടിയോട് കൂടിയാണ് ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോൾ ഞങ്ങൾ 2 കൂട്ടമായിരിക്കുന്നു. ദാവീദ് പറഞ്ഞു, ഇത്രത്തോളം കൊണ്ടുവരുവാൻ അടിയൻ എന്തുള്ളൂ, അതും പോരാഞ്ഞിട്ട് എൻ്റെ തലമുറയ്ക്കും കൂടി കരുതാൻ ഞാൻ എന്തുള്ളൂ. ദൈവം ഉന്നതങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് നടത്തുന്നവനാണ്, അത്യുന്നതങ്ങളിലേക്ക് നടത്തുന്നവനാണ്. ഒടുവിൽ അവൻ നിത്യതയിൽ നമ്മെ ചേർക്കും. ദൈവം നമ്മെ ഉന്നതങ്ങളിലേക്ക് നടക്കുമാറാക്കുന്നു. ഉന്നതങ്ങളിൽ നമ്മളെ അനുഗ്രഹങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ അവൻ മതിയായവനാണ്. 23-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അടുത്തത് ഇങ്ങനെയാണ്, നീതി പാതകളിൽ എന്നെ നടത്തുന്നു. ദൈവം ഉന്നതങ്ങളിലേക്ക് നടത്തുന്നു. 1. 2, ദൈവം നടത്തുന്നത് സ്വസ്ഥതയിലേക്കായിരിക്കും. സ്വസ്ഥതയില്ലാത്ത അസ്വസ്ഥമായ ഒരു ജീവിതത്തിലാണ് താങ്കൾ വന്നെത്തിയിരിക്കുന്നതെങ്കിൽ അത് ദൈവം നടത്തിയതല്ല. കലങ്ങി മറിയുന്ന സാഗരത്തിന് നടുവിൽ സ്വസ്ഥമായി യാത്ര ചെയ്യുമാറ് ദൈവം നടത്തുന്നു. ദൈവത്തിന്റെ നടത്തിപ്പ് അതാണ്. കലക്കുന്നതല്ല, കലങ്ങുന്നതല്ല, തിരമാലകളാൽ അപായപ്പെടുന്നതല്ല. ദൈവം നമ്മുടെ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക്, ശാന്തതയിലേക്ക്, ശാന്തതയിൽ നിന്ന് ശാന്തതയിലേക്ക് ദൈവം നമ്മെ നടത്തുകയാണ്. ദൈവത്തിന്റെ നടത്തിപ്പിന്റെ 2ാമത്തെ പ്രത്യേകത, അത് എപ്പോഴും സമാധാനപരമായിരിക്കും. സമാധാനമുള്ള യാത്ര, സമാധാനമുള്ള എത്തിച്ചേരൽ, സമാധാനമുള്ള സമാപനം. നമ്മളെടുക്കുന്ന തീരുമാനം ദൈവഹിതമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സമാധാനമുണ്ട്. നമ്മളുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദകരമായാൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സമാധാനമുണ്ട്. ഒരിക്കലും നമ്മുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു മേഖലയിലേക്ക് ദൈവം നടത്തുന്നില്ല. 3-ാമത്തേത്, നീതിപാതകളിൽ നടത്തുന്നു. 1, ഉന്നതങ്ങളിൽ നടത്തുന്നു. 2, സ്വസ്ഥതയിലേക്ക് നടത്തുന്നു. 3, നീതിപാതകളിൽ നടത്തുന്നു. ദൈവത്തിന്റെ നടത്തിപ്പിന്റെ മഹത്വം ഇതാണ്. നീതിയുള്ള വഴികളിലൂടെയാണ് ദൈവം തൻ്റെ മക്കളെ നടത്തുന്നത്.
നാം പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ഇവിടെയൊക്കെ നമുക്ക് കാണാം ദൈവം നമ്മെ ചുറ്റി പരിപാലിച്ച് നടത്തുന്നു. ദൈവം നമ്മെ ചുറ്റി പരിപാലിച്ച് നടത്തുന്നു. വട്ടമിട്ട് പറന്ന് ചുറ്റും തന്റെ സൈന്യത്തെ പാളയമിറങ്ങി അവൻ നമ്മെ സംരക്ഷിച്ച് നടത്തുകയാണ്. ദൈവം നമ്മെ നടത്തുന്നു. ദൈവം നമ്മെ നടത്തുന്നു. നടത്തുന്നവൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു സംജ്ഞാ പദമാണ് യഹോവ നക്ക. ഞാൻ ഇതിനു മുൻപ് ഈ സ്ക്രീനിൽ പ്രസംഗിച്ച് അത് സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആകയാൽ ഞാൻ ആവർത്തിക്കുന്നില്ല. യഹോവ നക്ക, ദൈവം നടത്തുന്നവനാണ്. എവിടെ? ഉന്നതങ്ങളിൽ നടത്തുന്നു. ഉന്നതങ്ങളിലേക്ക് നടത്തുന്നു. സ്വസ്ഥതയിൽ നടത്തുന്നു. സ്വസ്ഥതയിലേക്ക് നടത്തുന്നു. നീതിയിൽ നടത്തുന്നു. നീതിയിലേക്ക് നടത്തുന്നു. ദൈവം മരുഭൂമിയിൽ നടത്തുന്നു. ചുറ്റി പരിപാലിച്ച് നടത്തുന്നു. ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ നടത്തിപ്പ്, ഇത് ഹബക്കൂക്ക് പ്രവാചകൻ നന്നായി അനുഭവിച്ചു. നന്നായി താനത് ആസ്വദിച്ചു. ഹബക്കൂക്ക് എന്ന വാക്കിന് അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ആലിംഗനം ചെയ്യുക. ഹബക്കൂക്കിനെ ദൈവം ഉന്നതങ്ങളിലേക്ക് നടത്തി. പിച്ചും പേയും പറഞ്ഞെന്ന വണ്ണം നഷ്ടങ്ങളുടെ കണക്കിലേക്ക് നോക്കി, പ്രശ്നങ്ങളിലേക്ക് നോക്കി, നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം കൈമാറി അങ്ങനെ മുൻപോട്ട് പോകുന്ന ഏതൊരു മനുഷ്യനെയും നോക്കി ദൈവത്തിന് പറയാനുള്ളത്, ദൈവം നമുക്ക് ബലമായി മാറിയാൽ നേരെ യൂട്ടേൺ. നമ്മളെ ദൈവം ഉന്നതങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് നടത്തുന്നു. ഒരു നോക്കിന് ഗതിയില്ലാതെ പുറംപറമ്പിൽ കിടന്നിട്ടുള്ള, പാപം ചെയ്ത് പാപത്തിൽ മുങ്ങി നിവർന്ന് ജീവിച്ചിട്ടുള്ള, ജീവിതം മുഴുവൻ തകർന്നടിഞ്ഞു പോയിട്ടുള്ള, നിരാശ കൊടുമ്പിരിക്കൊണ്ട് തകർന്നു പോയിട്ടുള്ള ജീവിതങ്ങളെ ദൈവം നിരാശ മാറ്റി, വേദന മാറ്റി, പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീക്കി ഉന്നതങ്ങളിലേക്ക് നടക്കുമാറാക്കുന്നു. ഉയരങ്ങളിലേക്ക് നടക്കുമാറാക്കുന്നു. നിത്യജീവന്റെ ഔന്നത്യങ്ങളിലേക്ക് ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് താങ്കളെ ഒന്ന് നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് സുഹൃത്തെ. താങ്കളുടെ വലതു കൈ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് യേശു കർത്താവിന്റെ കയ്യിലേക്ക് നീട്ടിക്കൊടുക്കൂ. എന്നിട്ട് പറ, കർത്താവേ, എന്നെ നീ നടത്തണമേ. ബലം ക്ഷയിക്കുമ്പോൾ, രോഗാതുരാകുമ്പോൾ, ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പരസഹായത്തോടെ മൂവ് ചെയ്യുന്നവർ, നടക്കുന്നവർ ധാരാളമില്ലേ? ഇരിക്കുന്ന ഇരിപ്പിൽ താങ്കളൊരു ബലഹീനനാണ് എന്ന് സ്വയം ബോധ്യമുണ്ടെങ്കിൽ ആ വലതുകരം കർത്താവിന്റെ നേരെ നീട്ടിക്കൊടുക്കൂ. അവനോട് പറ, എന്നെ യേശുവേ നീ നടത്തണമേ. കർത്താവേ, എന്നെ നീ നയിക്കണമേ. ദൈവം നടത്തിയാൽ സമാധാനമുണ്ട്. ദൈവം നടത്തിയാൽ സന്തോഷമുണ്ട്. ദൈവം നടത്തിയാൽ ആനന്ദമുണ്ട്. ദൈവം നടത്തിയാൽ സ്വസ്ഥതയുണ്ട്. ദൈവം നടത്തിയാൽ നീതിയുണ്ട്. ദൈവം നടത്തിയാൽ പരിപാലനമുണ്ട്. ദൈവം നടത്തിയാൽ ഭാവിയുണ്ട്, പ്രത്യാശയുണ്ട്. ദൈവമേ, എന്നെ നീ നടത്തണമേ. മരുഭൂമിയിൽ നടത്തും, ചെങ്കടലിലും നടത്തും, ഉന്നതങ്ങളിൽ നടത്തും, താഴ്വരയിലും നടത്തും, വൻകാടുകളിൽ നടത്തും, അവൻ ശൂന്യപ്രദേശങ്ങളിലും നടത്തും. കുതിരകളുടെ കൂടെ ഓടാൻ, വൻകാട്ടിൽ ജീവിക്കാൻ ഉള്ള കരുത്ത് തന്ന്
അവൻ നമ്മെ അതിശയകരമായി പോറ്റുന്നു. ആ കരങ്ങളിൽ നമുക്ക് നമ്മെ ഭരമേൽപ്പിക്കാം. ആ പാദാന്തികയെ നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം, വിട്ടുകൊടുക്കാം. അതിന് വലിയവനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു കർത്താവ് അതിന് മതിയായവൻ. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവന്റെ വല്ലഭത്വത്തിന്റെ കീഴിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവമക്കളെ, നമ്മളെ നടത്തേണ്ടതിന്, നമ്മെ പരിപാലിക്കേണ്ടതിന് തൻ്റെ സ്വന്തം പുത്രനെ യാഗമായി തന്നു. നമുക്ക് അവന്റെ മുൻപിൽ നമ്മുടെ ശിരസ്സുകളെ നമിക്കാം, പ്രാർത്ഥിക്കാമല്ലോ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് കാൽവറിയിൽ ഒഴുക്കിയ രക്തത്തിന്റെ മറവിൽ, ബലത്തിൽ ഞങ്ങളിതാ ശിരസ് നമിക്കും. അങ്ങയുടെ വലിയ കരുണ നീ ഇവരുടെ മേൽ ചൊരിയണമേ. ഉന്നതങ്ങളിൽ 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 നിന്ന് ഉന്നതങ്ങളിലേക്ക് ഈ പ്രിയ പ്രേക്ഷകരെ നടത്തണമേ കർത്താവേ. താഴ്വരയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നടത്തണമേ. അനീതിയിൽ നിന്ന് നീതിയിലേക്ക് നടത്തണമേ. അസ്വസ്ഥതകളിൽ നിന്ന് സ്വസ്ഥതയിലേക്ക് നടത്തണമേ. എളിയ ഭൃത്യൻ അടിയന്റെ പ്രിയ പ്രേക്ഷകർക്കായി അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവരെയും ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് നീ ഉന്നതങ്ങളിലേക്ക് നടത്തണമേ. കൃപ ചൊരിയണമേ. മഹത്വം എടുക്കണമേ. നിന്റെ ആത്മാവിനെ പകരണമേ. ജയകരമായി ജീവിതം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നായ മണിപ്പൂർ എന്തുകൊണ്ടും ഏതൊരു ഇന്ത്യക്കാരനും വളരെ പരിചിതമാണ്. അയൽ രാജ്യമായ ബർമയുമായി അതിർത്തി പങ്കിടുന്ന ഈ സംസ്ഥാനത്തിലെ മെയ്തേ വിഭാഗങ്ങൾക്കിടയിൽ നമ്മൾ ദൈവവേല ആരംഭിച്ചു. ധാർഷ്ട്യക്കാരായ ഈ സമൂഹം വിശ്വാസത്തിൽ വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമാണ്. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവവേലയ്ക്ക് ഒരു തടസ്സമാണ്. എന്നിരുന്നാൽ തന്നെയും ദൈവവേലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മിഷണറി അജോ ദേശായിയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.